പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ പോലീസിന്റെ വ്യാപക പരിശോധന നടന്നു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് 9 കേസുകളാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. ലോഡ്ജുകളിൽ നടന്ന പരിശോധനയിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ. എസ് രാഗിനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗിൻ, ഈ ഭായി കോളനിയിലെ ലഹരി ഇടപാടിനെ പറ്റി നമ്മൾ തന്നെ പലതവണ വാർത്തകൾ കൊടുത്തതാണ്. പലതരത്തിലുള്ള പരിശോധനകൾ ഇതുപോലെ നടന്നിട്ടുമുണ്ട്. എന്നിട്ടും അവിടുത്തെ ലഹരി മാഫിയയെ പൂട്ടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അനശ്വര സൂചിപ്പിച്ചതുപോലെ നമ്മൾ തന്നെ പലതവണ വാർത്തകൾ നൽകിയിരുന്നു. മാത്രമല്ല, വലിയ തോതിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടടക്കം അവിടെ നാട്ടുകാരുടെ അടക്കം ഭാഗത്തുനിന്ന് ഉയരുകയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വിപുലമായൊരു റെയ്ഡാണ് അവിടെ നടത്തിയിരിക്കുന്നത്. 100-ലധികം പോലീസുകാർ ഈ റെയ്ഡിൽ പങ്കെടുത്തു. മാത്രമല്ല, റൂറൽ SP കെ സുദർശന്റെ മേൽനോട്ടത്തിൽ അവിടുത്തെ ASP ആയിട്ടുള്ള ഹാർദിക് മീണയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത്. അവിടെ എക്സൈസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസിനൊപ്പം ചേർന്നിരുന്നു. ഭായ് കോളനി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. മയക്കുമരുന്ന് ബന്ധപ്പെട്ട് 9 കേസുകൾ രജിസ്റ്റർ ചെയ്തു. അതോടൊപ്പം തന്നെ അനധികൃതം അല്ലെങ്കിൽ രേഖകളില്ലാതെ താമസിച്ച 3 സ്ത്രീകളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മയക്കുമരുന്ന് സംഭവവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ചിലരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തുടർ പരിശോധനകൾ ഇത്തരത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവിടെ ഭായ് കോളനി ഉണ്ട്. അവിടെ ലഹരി വ്യാപനവും അനാശാസ്യവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാപകമാണെന്ന പരാതി നാട്ടുകാരുടെ അടക്കം ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. മാത്രമല്ല, അവിടെ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. പലരും അറസ്റ്റിലാവുകയും ഒക്കെ ഉണ്ടായി. ഇതിനെതിരെ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ ഇത്തരത്തിൽ ശക്തമായി വന്ന ഘട്ടത്തിൽ ഈ നാട്ടുകാരടക്കം ഈ ലഹരി വ്യാപനത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വരികയായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെ ചോദ്യം ചെയ്യുന്ന നിലപാടടക്കം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് അത് പിന്നീടൊക്കെ സംഘർഷത്തിലേക്കൊക്കെ വഴിമാറുകയും ഒക്കെ ചെയ്തിരുന്നു. കേസുകളും ഉണ്ടായി. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ നേരിട്ട് ഇറങ്ങി ഇപ്പോൾ 100-ലധികം പേരുമായി റെയ്ഡ് നടത്തിയിരിക്കുന്നത്. വരും ആഴ്ചകളിലും വരും സമയങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡ് തുടരും. എന്തായാലും ശക്തമായ നടപടിയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഗിൻ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിലാണല്ലോ സെലീന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവിടെ നിന്ന് ഹെറോയിനുമായി, ലക്ഷങ്ങളുടെ വില വരുന്ന ഹെറോയിനുമായി പിടിയിലാകുന്നു. ആ സമയത്ത് നാട്ടുകാർ പറഞ്ഞിരുന്നു, ഇവിടെ പോലീസുകാരിൽ ചിലരൊക്കെ അത് അങ്ങനെയാണ് CPO സുബീറിന്റെ പേരൊക്കെ വരുന്നത്, ചിലരൊക്കെ ഈ ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സെലീന അന്ന് പറഞ്ഞത് പോലീസിനും എക്സൈസിനുമൊക്കെ ഞാനാണ് ലഹരി സംഘത്തെ പിടിക്കാനുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്, അതിനാണ് ഞാനിവിടെ ക്യാമറ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, പോലീസിന് ലഹരി വിവരം കൊടുക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ അവിടെ ലഹരിക്കടത്ത് വ്യാപകമാക്കി നടത്തുന്നു. മറ്റൊന്ന്, പോലീസുകാരിൽ തന്നെ ഇത്തരം സുബീറിനെ പോലെയുള്ളവർ ഒറ്റുകാരായും എത്തുന്നു. ഇത് രണ്ടും അവിടുത്തെ ലഹരി മാഫിയ ഒരു കാലത്തും തുരത്താൻ പറ്റില്ല എന്നുള്ളത് തന്നെയല്ലേ? അത്തരം ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. നേരത്തെ ഈ സലീനയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതിനുശേഷം പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം CPO ഉൾപ്പെടെ സസ്പെൻഷനിൽ പോകുന്ന നിലയുണ്ടായി. CPOയ്ക്ക് ഈ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്നു എന്നടക്കമുള്ള വിവരങ്ങൾ കണ്ടെത്തുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടായിരുന്നു. ആ പോലീസിനകത്ത് നിന്ന് തന്നെ ചില ആളുകൾ ഇത്തരത്തിൽ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് എന്ന വിവരം പോലീസിനകത്ത് നിന്ന് തന്നെ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. മാത്രമല്ല, മറ്റ് ചില ഇടപാടുകളും അതിൻ്റെ ഭാഗമായി ഒക്കെ പോലീസിന് ബോധ്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത് അത്തരം പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ നടത്തുന്നവരെ അടക്കം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം നടപടികളിലേക്ക് അവർക്കെതിരെ പോവുക, അതോടൊപ്പം തന്നെ ലഹരി മാഫിയെ തുരത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനവും സ്വീകരിക്കുക എന്നതാണ്. നാട്ടുകാരടക്കം അതിശക്തമായി ഈ ലഹരി വ്യാപനത്തിനെതിരെ അവിടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. സമിതിയടക്കം രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. ഈ പശ്ചാത്തലത്തിൽ എന്തായാലും ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു വിപുലമായ ഒരു മീറ്റിംഗും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു. അവിടെ ഒരു സാമൂഹ്യ വിഷയമായി ഇത് വലിയ തോതിൽ തന്നെ ഉയർന്നു വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ പോലീസ് ആ നിലയ്ക്ക് പോലീസിംഗ് നടത്തുകയാണ്. ഇപ്പോൾ വലിയ റെയ്ഡും കാര്യങ്ങളുമായി. ഇതോടൊപ്പം തന്നെ അനശ്വര സൂചിപ്പിച്ചതുപോലെ അവിടെയുള്ള ഇത്തരം സംഭവങ്ങൾ, അതായത് പോലീസിനകത്തു നിന്നുള്ള ചില ആളുകൾ ഇതിന് ഒത്താശ ചെയ്തു എന്ന വിവരം, അത് നേരത്തെ CPO സുധീറിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാലടി CPO ആയി ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് സസ്പെൻഷനിൽ പോയത്. അത്തരം നടപടികൾ ഇന്റേണലായി തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. റൂറലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി വ്യാപനം അത്തരം വിഷയങ്ങൾ മാത്രമല്ല, മറ്റു ചില സംഭവവുമായി ബന്ധപ്പെട്ട് കുറുപ്പുംപടിയിൽ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ 4 പേർ സസ്പെൻഷനിൽ പോയിരുന്നു. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി പോലീസ് മനസ്സിൽ വെച്ചുകൊണ്ട് അത്തരം നടപടികൾ അവർക്കെതിരെ ഉണ്ടാകും എന്നതാണ് പോലീസ് സേന വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ലഹരി വ്യാപനത്തിനെതിരെ ആ നിലയിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, എസ് രാഗനാണ് കൊച്ചിയിൽ നിന്ന് പെരുമ്പാവൂരിലെ റെയ്ഡുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ നൽകിയത്.